പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ എന്നെന്നും വളരെ ശ്രദ്ധ നേടാറുണ്ട്. പറയുന്ന ഓരോ പോയിന്റും ആരോപണങ്ങളും നാളിതുവരെ ചെന്നുകൊണ്ടത് മോദിയുടെയും സഖ്യകക്ഷികളുടെയും നെഞ്ചിലേക്കായിരുന്നു. നീറ്റ് വിഷയത്തിൽ തുടങ്ങി ബജറ്റിനെതിരെയുള്ള രാഹുലിന്റെ പ്രസംഗം വരെ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. ഇത്തവണത്തെയും പതിവൊന്നും തെറ്റാതെ രാഹുലിന്റെ പ്രസംഗം ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ രാഹുലിന്റെ വാക്കുകൾ പാർലമെന്റിലെ സ്ത്രീകളോടാണ്. പാർലമെന്റിലെ കോൺഗ്രസ് വനിതാ അംഗങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി സഭാ നടപടികളിൽ ഇടപെടണമെന്ന് രാഹുൽ അഭ്യർത്ഥിച്ചു. എല്ലാ ചർച്ചകളിലും സജീവമായി പങ്കെടുക്കണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അതിനിടെ പാർലമെന്റിലെ വനിതാ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു രാഹുലിന്റെ അഭ്യർത്ഥന. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കണം, ചോദ്യങ്ങൾ ഉയർത്തണം, അവരുടെ മണ്ഡലങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ചയാക്കണമെന്നും രാഹുൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരവരുടെ മണ്ഡലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ചയാക്കണമെന്നും രാഹുൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബില്ലിനെ BJP മറന്നുവെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് വാമൂടി മിണ്ടാതിരുന്നാൽ ശരിയാക്കില്ല, കൂടുതൽ സജീവമാകണമെന്ന് വനിതാ MP-മാരോട് പറയാനുള്ള കാരണവും. അതുമാത്രവുമല്ല, കഴിഞ്ഞ പാർലമെന്റ് സഭയിൽ BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പുറത്താക്കിയ മഹുവ മൈത്ര കൂടി ഉൾപ്പെടുന്ന ഈ പാർലമെന്റ് സഭയിൽ BJPയുടെ ആ പഴയ അടവൊന്നും ഏൽക്കില്ല എന്ന് കൂടി രാഹുൽ എടുത്തു കാണിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും JDUവും ബിൽ കൊണ്ടുവരണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ ബിൽ ഇന്ന് പാർലമെന്റ് സഭ അംഗീകരിക്കാനുള്ള കാരണം. ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്ത് 1996-ൽ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ബില്ലാണ് വനിതാ സംവരണ ബിൽ. 27 വർഷത്തിന് ശേഷമാണ് അത് നിയമമായത്. വനിതകൾ കൂടുതൽ സജീവമാകണം എന്നതിനോടൊപ്പം രാഹുൽ പാർലമെന്റിൽ തന്റെ മണ്ഡലമായ വയനാട്ടിലെ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നിരന്തരം പാർലമെന്റിൽ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു. കൂടാതെ കേന്ദ്ര സർക്കാർ ഇക്കുറി ബജറ്റിൽ കേരളത്തിന് ദുരന്തം നേരിടാനുള്ള തുക വകയിരുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടുമെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസിന്റെ മുഴുവൻ സംവിധാനങ്ങളും ദുരിതബാധിതരെ സഹായിക്കുവാൻ ഉപയോഗിക്കും. വീട് നഷ്ടമായവർക്ക് പാർട്ടി 200 വീടുകൾ നിർമ്മിച്ചു നൽകും. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ 100 വീടുകൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. NGOകളിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ എത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.